അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏത് പാഠമാണെന്ന് അറിയാമോ? 4ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 6ാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അദ്ദറസു സാദിസു അൽ ഹയാ. മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഉത്കൃഷ്ട സ്വഭാവമാണ് ലജ്ജ. ഈമാനിൻ്റെ ഒരു പ്രത്യേക അംശവും ഇസ്ലാമിൻ്റെ സവിശേഷ പ്രകൃതവുമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് ദീനിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇസ്ലാം ദീനിൻ്റെ വിശിഷ്ട സ്വഭാവം ലജ്ജയാണ്. ലജ്ജ കൂടുതലുള്ള ഒരാളെ മറ്റൊരാൾ ഉപദേശിക്കുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ അവനെ വിട്ടേക്കുക, ലജ്ജ നല്ല കാര്യമാണ്. കുറ്റകരവും ആക്ഷേപാർഹവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഉത്തമ ഗുണമാണ് ലജ്ജ. നാണവും മാനവും ഇല്ലാത്തവൻ എന്തും ചെയ്യും. നാണക്കേടും മാനഹാനിയും അവന് പ്രശ്നമല്ല. സത്യവിശ്വാസി നാണമില്ലാത്തവനാകുകയില്ല. നിഷിദ്ധവും നികൃഷ്ടവുമായ കാര്യങ്ങളെ ഈമാൻ തടയുന്നത് പോലെ ലജ്ജയും തടയും. തിന്മകളെല്ലാം മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യരിൽ നിന്ന് മറയ്ക്കാൻ കഴിഞ്ഞാലും അള്ളാഹുവിൽ നിന്ന് തെറ്റുകളെ മറയ്ക്കാൻ കഴിയുകയില്ല. അള്ളാഹു മാപ്പ് നൽകിയില്ലെങ്കിൽ പരലോകത്ത് നാണം കെടേണ്ടി വരും. വസ്ത്രധാരണത്തിലും ലജ്ജയ്ക്ക് സ്വാധീനമുണ്ട്. നാണം മറയ്ക്കുന്നതും അലങ്കാരവുമാണ് വസ്ത്രം. മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറയ്ക്കുന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. ഔറത്ത് മറയ്ക്കാതെ ശരീരം പ്രദർശിപ്പിക്കുന്നത് ലജ്ജയില്ലാത്തവരാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബത്തൻ അഅ്ലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വ അദ്നാഹ ഇമാത്തത്തുൽ അദാ അനിത്തൊരീഖ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വചനമാണ്. ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കലാണ്. ലജ്ജ ഈമാനിൻ്റെ പ്രത്യേക ശാഖയാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഹയാഇനെ കുറിച്ചാണ്, അതായത് ലജ്ജയെക്കുറിച്ച്. നിങ്ങൾക്ക് ഹയ ഉണ്ടോ? ലജ്ജയുള്ളവരാണോ നിങ്ങൾ? അതോ നാണോ മനോ ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാണോ? ഈ പാഠത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഉത്കൃഷ്ട സ്വഭാവമാണ് ലജ്ജ. അപ്പോൾ ലജ്ജയില്ലാത്തവർ യഥാർത്ഥ മനുഷ്യരല്ലേ? നാണം ഒരു കുറ്റമല്ല, അല്ലേ? കുറ്റകരവും ആക്ഷേപാർഹവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഒരു ഉത്തമ ഗുണമാണ് ലജ്ജ. നാണവും മാനവും ഇല്ലാത്തവൻ എന്തും ചെയ്യും, അല്ലേ? അവന് നാണക്കേടും മാനഹാനിയും ഒന്നും ഒരു പ്രശ്നമല്ല. സത്യവിശ്വാസി ഒരിക്കലും നാണമില്ലാത്തവനാവുകയില്ല. നിഷിദ്ധവും നികൃഷ്ടവുമായ കാര്യങ്ങളെ ഈമാൻ തടയുന്നത് പോലെ ലജ്ജയും തടയും. അവർ ചീത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് ലജ്ജ സംരക്ഷിക്കും. വസ്ത്രധാരണത്തിലും ലജ്ജയ്ക്ക് പ്രത്യേകം സ്ഥാനമുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കേണ്ട ഭാഗങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും മറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. ഔറത്ത് മറയ്ക്കാതെ ശരീരം പ്രദർശിപ്പിക്കുന്നത് ലജ്ജയില്ലാത്തവരാണ്. ഏറ്റവും ഉന്നതമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതാണ്. ഏറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കലുമാണ്. നമ്മളിപ്പോൾ വഴിയെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുപ്പിച്ചില്ലോ അല്ലെങ്കിൽ ഒരു മുട്ടിപ്പിന്നോ അല്ലെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും പോകുന്ന വഴിയിൽ തടസ്സമായി കണ്ടു എന്ന് വെച്ചോ, അത് നമ്മൾ അവിടെ ഇട്ടിട്ട് അതേപടി നടന്നു പോവുകയല്ല വേണ്ടത്. പകരം അത് എടുത്ത് ഒതുക്കി മാറ്റി വെച്ചിട്ട് വേണം പോകുവാൻ. നമുക്ക് പിറകെ വരുന്നവർക്ക് ചിലപ്പോൾ കണ്ണ് കാണാത്തവരായിരിക്കാം, ചിലപ്പോൾ
കുഞ്ഞു കുട്ടികളായിരിക്കാം, അവർ ഇത് ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. അവർക്ക് അതുകൊണ്ട് അപകടമുണ്ടാകാതെ നമ്മൾ നോക്കിയാൽ, നമ്മുടെ പ്രവൃത്തി അതിന് സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂലി കിട്ടുന്നതാണ്, നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട് എന്നാണ് നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ലജ്ജ ഈമാനിൻ്റെ ഒരു പ്രത്യേക ശാഖയാണ്. മനസ്സിലായല്ലോ ഇത്രയും? ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം. 1. ഉത്തരം എഴുതുക. 1. ഈമാനിൻ്റെ പ്രത്യേക ശാഖ ഏത്? ഇപ്പോൾ നമ്മൾ ഉത്തരം പറഞ്ഞതേ ഉള്ളല്ലേ. ഉത്തരം ലജ്ജ ഈമാനിൻ്റെ പ്രത്യേക ശാഖയാണ്. 2. ഇസ്ലാമിൻ്റെ വിശിഷ്ട സ്വഭാവം ഏത്? ഏതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം? ലജ്ജയാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം. 3. ലജ്ജയുടെ ഗുണങ്ങൾ എന്തെല്ലാം? കുറ്റകരവും ആക്ഷേപാർഹവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഉത്തമ ഗുണമാണ് ലജ്ജ. 4. അന്യരുടെ മുന്നിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ? ഉത്തരം അന്യപുരുഷന്മാരുടെ മുന്നിൽ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കേണ്ടത്. അടുത്തത് പൂരിപ്പിക്കുക. 1. മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഉത്കൃഷ്ട സ്വഭാവമാണ് ഡാഷ്. എന്താണ് ഉത്തരം? ലജ്ജ. 2. തിന്മകളെല്ലാം ഡാഷ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഉത്തരം മാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പാഠഭാഗം നന്നായി മനസ്സിലായല്ലോ. മനസ്സിലായാൽ, ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.